വാട്ട് ഈസ് ദി ബെസ്റ്റ് വേ ടു റെഡ്യൂസ് വെയ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താ ഡോക്ടർ പറയാ? നന്നായി എക്സസൈസ് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, മാക്സിമം സമയങ്ങളിൽ സ്ട്രെസ് ഫ്രീ ആയി നിൽക്കാനുള്ള യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോർമലി പറയുന്നത്. പക്ഷേ ഇപ്പോൾ വേറെ വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാനാണ് എന്നുണ്ടെങ്കിൽ 2016 നോബൽ പ്രൈസൊക്കെ കിട്ടിയ സംഭവമാണ് ശരിക്കും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഐഡിയലായിട്ട് ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല വേ എന്നുള്ളത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഡിന്നർ ടു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ആ ഒരു ടൈമിൻ്റെ ഗ്യാപ്പ് 12 മണിക്കൂറെങ്കിലും മിനിമം, 16 മണിക്കൂറാണ് ഐഡിയൽ, 12 മണിക്കൂറെങ്കിലും മിനിമം മെയിൻറ്റെയിൻ ചെയ്യാൻ 12 to 16 hours എന്ന് പറയും അല്ലേ? അപ്പോൾ ഒരു 12 to 16 hours, യെസ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഡിന്നർ ടു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായാൽ ആ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അത് വെയിറ്റ് ലോസിന് വളരെ നല്ലൊരു ജേർണിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗൻസ് കൂടുതൽ നന്നായി അതിൻ്റെ ഫങ്ഷൻസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൊളസ്ട്രോൾ, വേണ്ടാത്ത കൊളസ്ട്രോൾ ബേൺ ചെയ്ത് പോകും. അപ്പോൾ വെയിറ്റ് ലോസിലേക്കുള്ള ജേർണിയിൽ ഇത് ബെസ്റ്റ് ടൂൾ എന്നുള്ളത്, വേറെ വലിയ ഹെൽത്ത് കണ്ടീഷൻസും ഇഷ്യൂസ് ഇല്ലാത്ത ഒരാളാണ് അവർക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്.